ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? ഇന്ന് നല്ല മഴയാണ് കേട്ടോ. ഇവിടെ ഇന്നലെ രാത്രിയും നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ അതേപോലെ തന്നെ കേട്ടോ നല്ല മഴ ഉണ്ട്. അപ്പോൾ മഴയാകുമ്പോൾ നമുക്ക് കിച്ചണിക്ക് വരാൻ തന്നെ മടിയാണ്. എനിക്കും നല്ല മടിയാണ് കേട്ടോ. നല്ല തണുപ്പും ഒക്കെ അപ്പോൾ മടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. മക്കൾക്ക് സ്കൂളൊക്കെ അല്ലേ. അപ്പോൾ സ്കൂളൊക്കെ തുറന്ന് നമ്മൾ വീട്ടമ്മമാരൊക്കെ തിരക്കിലായില്ലേ. ജോലിക്ക് പോണ വീട്ടമ്മമാരും ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോയിട്ടില്ലെങ്കിലും വീട്ടിലിരുന്ന് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണല്ലേ. അപ്പോൾ അതേപോലെ ഞാനും തിരക്കിലാണ് കേട്ടോ. ഇപ്പോൾ 2 ദിവസം വീഡിയോ ഒന്നും ഇല്ല. ഇനി വീഡിയോ ഇടാഞ്ഞത് എന്താ വെച്ചാൽ തിരക്കൊണ്ട് തന്നെ നമ്മളെ ഹോം ഷോപ്പിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ വന്ന് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. ഇന്നും തിരക്ക് തന്നെയാണ്. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇടാനുള്ള വീഡിയോ ഒക്കെ റെഡിയാക്കി സുബഹ്സ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പം എളുപ്പത്തിൽ വേണം, ബ്രേക്ക്ഫാസ്റ്റും വേണം, പിന്നെ ലഞ്ചും വേണം. നമ്മൾ മഞ്ജുമോൾക്ക് 7:15 ആകുമ്പോഴത്തേന് പോകണം കേട്ടോ സ്കൂൾക്ക്. ഒരു ട്യൂഷൻ കേട്ടോ. ട്യൂഷൻ ക്ലാസ്സിന് പോകുമ്പോൾ തന്നെ ഫുഡൊക്കെ കൊണ്ടാ പോവുക. പിന്നെ ഇനി ഇങ്ങോട്ട് വരില്ല, ഇനി സ്കൂൾക്ക് നേരിട്ട് അങ്ങനെ പോവുക ചെയ്യുക. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇഡ്ഡലിയാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇഡ്ഡലി മാവും ദോശമാവൊക്കെ കയ്യിലുണ്ടെങ്കിൽ നല്ല സുഖമാണ്, എളുപ്പത്തിൽ കുക്കിംഗ് തീരും. അപ്പോൾ ഞാൻ ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതേപോലെ പുറത്തടുപ്പത്ത് അടുപ്പ് കത്തിച്ചാണ്ട് ചോറിന് ഉള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അരിയും കഴുകി കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയിൽ കണ്ടിട്ടില്ല. പിന്നെ കറി ഉണ്ടാക്കുന്നത് ചട്നിയാണ്. എളുപ്പമാണല്ലോ ചട്നി ആകുമ്പോൾ. അപ്പോൾ തേങ്ങയൊക്കെ വേഗം ചിരകി അരച്ച് ചട്നി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്നിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ ഇഡ്ഡലിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ചോറിനുള്ള കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കണം, കുട്ടികൾക്ക് കൊണ്ടുപോകാനും. പിന്നെ ഇപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാനും ഞാനും ചിഞ്ചുമോളും ഉണ്ടാവും. ചിഞ്ചുമോൾ കോളേജ് തുറന്നിട്ടില്ല കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ചിഞ്ചുമോൾ പോവുക. അപ്പോൾ ഞങ്ങൾ രണ്ടാളുള്ളൂ പിന്നെ കഴിക്കാനുണ്ടാവുക. അപ്പോൾ എന്തായാലും മഞ്ജുമോൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയപ്പോൾ ഓൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ റിച്ചുമോനെ മദ്രസക്ക് പറഞ്ഞയച്ചിട്ട് ഓനക്ക് 6 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ ഒരു 5:55 ആയപ്പോഴത്തേന് ഓൻ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓനക്ക് പിന്നെ ചായയും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കൂല, ഇഡ്ഡലിയൊന്നും കൂട്ടി കഴിക്കൂല, ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും. അപ്പോൾ ഇന്ന് ചായ മാത്രം കുടിച്ചുകൊണ്ട് അങ്ങനെ ഓൻ പോയി. പിന്നെ മഞ്ജുമോൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഓൾക്ക് ചോറും കൂട്ടാനും വേഗം ആക്കി കൊടുക്കണം പാത്രത്തിൽ. അപ്പോൾ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് വന്നത് ഊറ്റി വെച്ച് പിന്നെ കൂട്ടാനോ മുട്ടോള് പൊരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചീര ഉണ്ടായിന്, അത് അരിഞ്ഞൊക്കെ തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിന് കേട്ടോ. തലേ ദിവസം കുറച്ചൊക്കെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടെങ്കിൽ രാവിലെ അധികം സമയം പോകില്ല, പെട്ടെന്ന് കുക്കിംഗ് തീർക്കാം. അപ്പോൾ ചീരയും അതേപോലെ മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടിട്ടുണ്ട്. മുരിങ്ങക്കായ നമുക്ക് കറി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ ആവശ്യമുള്ളതൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ തുറക്കാൻ നിൽക്കണ്ട. നമ്മൾ ഫ്രിഡ്ജ് കിച്ചണിലല്ല കേട്ടോ. പിന്നെ കിച്ചണിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ഹാളുണ്ട്, അവിടെയാണ് കേട്ടോ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു നീളം പോകണം. അപ്പോൾ പിന്നെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ ആവശ്യമുള്ളതൊക്കെ എടുത്തു പോരും. അപ്പോൾ നമ്മൾ ചോറൊക്കെ വെന്തിയാൻ ഊറ്റിയൊക്കെ വെച്ചു. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചീര ഉപ്പേരി ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ പച്ചമുളക് നോക്കുമ്പോൾ ഫ്രിഡ്ജിലില്ല, പച്ചമുളകൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. സാധാരണ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്തേ പിന്നെ പച്ചക്കറികളൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് കിച്ചണിക്ക് വേണ്ടതും ഒക്കെ വാങ്ങിക്കലുണ്ട്. ഇപ്രാവശ്യം കുട്ടികൾക്ക് നോട്ട്ബുക്ക് വരെ വാങ്ങിയിട്ടില്ല, എൻ്റെ തിരക്കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്കൂൾ തുറന്നാൽ അപ്പം തന്നെ വേണ്ടല്ലോ ബുക്കൊന്നും. നാളെ മറ്റന്നാളൊക്കെ പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പച്ചമുളകില്ലേനി, ഏതായാലും കാന്താരി മുളകിൻ്റെ ചെടി ഉണ്ടായതുകൊണ്ടേ അയിമ ഉണ്ടാവും. അപ്പോൾ അതിമ്മ പോയാണ്ട് മുളകൊക്കെ പറിച്ചുകൊണ്ടെന്ന് കരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായപ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകല്ല കാന്താരി മുളകുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത് ഒഴിക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച ചീരയ്ക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ചീര ഉപ്പേരി വേഗം റെഡിയാവും കേട്ടോ. അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കറിക്കുള്ളത് നോക്കാം. അപ്പോൾ കറി ഇന്ന് മുരിങ്ങക്കായ, ചക്കക്കുരു, മാങ്ങ, തക്കാളിയൊക്കെ ഇട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. പിന്നെ ഉപ്പേരി ഉണ്ടല്ലോ അവിടെ അടുപ്പത്ത്, അതും വേണമെന്ന് നോക്കുക. അപ്പോൾ ഉപ്പേരി ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഞാനിതൊന്ന് ഈ ഒരു ചട്ടിയിൽ നിന്ന് വേറെ പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. ചട്ടി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണം. അങ്ങനെ അതൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ അതാ ഇനിയിപ്പോൾ ചക്കക്കുരുവിൻ്റെ തൊലി കളയണം, അതേപോലെ മുരിങ്ങക്കായൻ്റെ തൊലിയൊക്കെ കളയണം. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. ചക്കക്കുരു തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, മുരിങ്ങക്കായും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്, മാങ്ങ തൊലി കളഞ്ഞ് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതാ ഒരു കുക്കർ എടുത്തിട്ട് ആ കുക്കർക്ക് ആദ്യം ചക്കക്കുരു ഇട്ട് കൊടുത്തു, പിന്നെ മാങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെക്കാം. ഞാനേ ചക്കക്കുരുവിൻ്റെ ആ പുറംതൊലി മാത്രം കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. മറ്റേ ആ ഒരു ചുമന്ന ഭാഗം ഉണ്ടല്ലോ അത് കളഞ്ഞിട്ടില്ല. അത് കുറച്ച് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള സംഭവമാണെന്ന് പറയണേക്കാം. അപ്പം ഞാൻ അത് കളഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ അതാ കുക്കർ വെള്ളമൊക്കെ ഒഴിച്ച് അടച്ച് വെച്ചിട്ട് ഇത് നമുക്ക് പിന്നെ ഗ്യാസുമ്മൽ വേവിക്കാൻ വെക്കാം. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പല കുക്കറിനും പല വേവിക്കാറല്ലേ. എൻ്റെ കുക്കർ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിലും അടിച്ച് ഓഫ് ചെയ്താൽ ചക്കക്കുരുവൊക്കെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ട് അതിക്ക് നമ്മൾ പിന്നെ മുരിങ്ങക്കായ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരുന്നല്ലോ അത് ഇട്ട് കൊടുത്തു. ഒരു തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ ഈ കറിക്ക് തക്കാളി ചേർക്കണമെന്ന് നിർബന്ധമല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. നിങ്ങൾക്കറിയാലോ ഞാൻ തക്കാളി എല്ലാത്തിനും ചേർക്കലുണ്ട് കേട്ടോ. അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടാണ്ട് വെള്ളം ഒഴിച്ച് അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിക്കുള്ള അരപ്പാണ് കേട്ടോ ഇത്. തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നല്ല ജീരകവും. ഇനി നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറൊക്കെ വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തേനും. അപ്പോൾ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ ചക്കക്കുരുവൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അതേപോലെ തന്നെ മുരിങ്ങക്കായും പെട്ടെന്ന് വേവും. ചക്കക്കുരുവിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വെന്ത് കാണാനല്ലാതെ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചത്. അപ്പോൾ നമ്മൾ വേവിച്ച ആ ഒരു മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതിക്ക് പോയി ചക്കക്കുരു വേവിച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ചക്കക്കുരു എടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 2 സ്പൂണ്. എന്നിട്ടിത് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും അങ്ങനെ ആകുമ്പോൾ. ഈ ഒരു കറിക്ക് തേങ്ങ അരക്കണത് ഇഷ്ടമില്ലെങ്കിൽ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാൽ തന്നെ കറി നല്ല കുറുകി ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോഴത്തേനും ഒന്നും കൂടെ കുറുകൊക്കെ ചെയ്യും കേട്ടോ ഈ ചക്കക്കുരു ഒന്ന് ഉടച്ചു കൊടുത്താൽ. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ അരച്ചത് ചേർക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ മതി, ഒരുപാട് തേങ്ങയൊന്നും വേണ്ട. അങ്ങനെ ആ ചക്കക്കുരു ഉടച്ചതൊക്കെ അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരപ്പും ചേർത്ത് കൊടുത്തു. ഇപ്പോൾ കറി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തൂമിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി വന്നതിന് ശേഷം ആ ഒരു ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ചക്കക്കുരു വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതപ്പോൾ ഞാൻ മുളക് പൊടി ചേർത്ത വീഡിയോയിൽ പറഞ്ഞിക്കണോ അല്ലെങ്കിൽ എനിക്കറിയില്ല, ഓർമ്മയില്ല. അപ്പോൾ പച്ചമുളക് കാന്താരി മുളകും ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ അതാ കറി തൂമിച്ച് ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ചക്കക്കുരു മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കറി. ഇതൊരു പുതിയ കറിയൊന്നും അല്ല, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോയിൽ കാണിച്ചെന്നുള്ളൂ. ഇനി ചെമ്മീൻ ഉണ്ടാവുമല്ലോ, ഉണക്ക ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ ഈ കറിക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കൂടെ വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറ് വയ്ക്കാൻ. പുളിയും എരിവൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു കറിയാണ്. പിന്നെ ഞാനേ സ്റ്റോക്ക് റൂമിൽ പോയി എനിക്ക് കുറച്ച് പണികളുണ്ടായിനി അവിടെ കേട്ടോ. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. അപ്പോൾ അവിടെ പോയി വന്ന് വിശന്ന് വലഞ്ഞാണ് വന്നത്. അപ്പോൾ വേഗം വന്നിട്ട് ചോറ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു മുട്ടയും പൊരിച്ചെടുത്തിട്ടുണ്ട്. സമയം 2:30 ആയിക്കണം കേട്ടോ. പിന്നെ രാവിലത്തെ എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ സ്കൂൾക്കും മദ്രസക്കൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. അതിനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ ഇതാ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശന്ന് വലഞ്ഞാണ് വന്നത്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി വെച്ചാലുള്ള ഗുണം അതാണ്, വേഗം എടുത്ത് കഴിച്ചാൽ മതി. അപ്പോൾ ചിഞ്ചുമോള് ചോറൊക്കെ കഴിച്ചിരിക്കണം കേട്ടോ. ഓള് പിന്നെ സമയത്തിന് തന്നെ ഫുഡൊക്കെ കഴിച്ചിരിക്കണം. ഞാനിപ്പോൾ 2:30 ആയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഓൾക്കുള്ള മുട്ടയൊക്കെ ഓള് പൊരിച്ച് ചോറൊക്കെ ഓള് തിന്നുകയാണ്. എനിക്ക് മുട്ട പൊരിച്ച് വെച്ചാൽ തണുത്താൽ പറ്റൂല. ആ കഴിക്കണ സമയത്തെ ചൂടോട് കൂടിയിട്ട് കഴിക്കണം കേട്ടോ. അപ്പം എനിക്കുള്ള മുട്ടോളം അതാണ് പൊരിച്ച് വെക്കാഞ്ഞത്.
അപ്പോൾ ഞാൻ തന്നെ വന്നിട്ട് മുട്ടയൊക്കെ പൊരിച്ച് ചോറൊക്കെ തിന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ മുരിങ്ങക്കായൊക്കെ വെച്ചിട്ടുള്ള കറി. അപ്പോൾ ഇനി എനിക്ക് സ്റ്റോക്ക് റൂമിൽ ഇനിയും ഉണ്ട് കേട്ടോ പണി, എൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ എനിക്കൊരു റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി മക്കൾ സ്കൂളിട്ട് വരുമ്പോഴേ അവർക്ക് കഴിക്കാനൊന്നുമില്ല. ചോറുണ്ട്, ചോറ് അവർക്ക് പറ്റൂല. പിന്നെ ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കും. അപ്പോൾ ചായക്ക് കടിയാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അവർക്കുള്ള ഒരു കടി എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കി വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ റവ വെച്ചിട്ടൊരു കരിയുണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ ബോട്ടിലേ എത്ര അണ്ടിപ്പരിപ്പ് ഇട്ട് വെച്ചാലും അത് കാണാണ്ടാവില്ല കേട്ടോ. അവിടുത്തെ മക്കളെടുത്ത് കഴിക്കും. മുന്തിരി അവർക്ക് അങ്ങനെ പോവില്ല. അപ്പോൾ ഞാൻ നമ്മളെ ബോട്ടിലിൽ ഇട്ട് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിൽ ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കലാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്കതായി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു, അതൊന്ന് റോസ്റ്റ് ആയി വന്നതിന് ശേഷം മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തേക്കും ഒന്ന് നീങ്ങിട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലോണം ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമൊന്നുമല്ല, നമ്മൾ നെയ്യൊക്കെ ഇട്ടിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കുറേ നേരം വറുത്തെടുക്കണമെന്നും ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചെന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ടാൽ മതിയല്ലോ, അറിഞ്ഞാൽ മതിയല്ലോ. വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാവും, അതുകൊണ്ടാട്ടോ. പിന്നെ അത് വറുത്ത് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ പഞ്ചസാര ചേർത്തതിന് പകരം ശർക്കര ചേർത്താലും മതി കേട്ടോ. ശർക്കര ചേർത്താൽ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാവും. പിന്നെ അതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ച റവ ഉണ്ടല്ലോ, അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ കറുത്ത എള്ളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ. എള്ളൊക്കെ നല്ലതല്ലേ. അതേപോലെ തന്നെ കടല ഉണ്ടല്ലോ, എന്ത് കടല, സാധാ കടലല്ലേ, നിലക്കടല വറുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിക്കിനി 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേനോ, അതും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കട്ടോ, ചൂടാറാൻ വേണ്ടിയിട്ട്. ചൂടാറിയിട്ട് നമുക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ടേ നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക, ലഡുവിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാക്കി എടുക്കുക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ അടപ്പൊക്കെ എടുത്തിട്ട് അടപ്പിലിട്ടിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പലഹാരമൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാവും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് അല്ലേ. പ്രത്യേകിച്ച് സ്കൂളിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഇല്ലെങ്കിൽ അവർക്കൊരു ദേഷ്യക്കാരം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ നമുക്കൊരു സന്തോഷമാണ്, ഒരു കഴിക്കണത് കാണുമ്പോഴും നമുക്ക് സന്തോഷമാണ് അല്ലേ. അങ്ങനെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടോ. പിന്നെ പാലുണ്ടായിന്, അപ്പോൾ വെള്ളച്ചായൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ ഞാൻ വീണ്ടും സ്റ്റോക്ക് റൂമിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി, അതൊക്കെ ചെയ്ത് പിന്നെ അതേപോലെ സാധനങ്ങൾ വരലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്, അച്ചാർ, അവിലോസ് പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പം ഞാനിവിടെ അങ്ങനെ ഓരോ ജോലികൾ എടുക്കുന്ന സമയത്ത് ചിഞ്ചുമോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതിനൊരു റൂമാണിത് തോന്നുന്നു, 2 റൂം, അതായത് പാക്കിങ്ങിലാണ്. ഇവിടെ ലൈറ്റ് ഉണ്ടമ്മ. സാധനങ്ങളുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. സ്റ്റോക്ക് ഇവിടേക്കുണ്ട്. ഫുഡ് ഐറ്റംസ് ഉണ്ട്, ബ്യൂട്ടി ഐറ്റംസ് ഉണ്ട്, ക്ലീനിങ് ഐറ്റംസ്, മസാല, പുളി ഒക്കെ ഉണ്ട്. ഇവിടെയുണ്ട്. വൃത്തിയില്ലാത്ത സാധനം. എന്താക്കണ് ഉമ്മച്ചിക്ക് കിട്ടിയ ചീര. ഇതെന്താണ്? പപ്പായ, കറുത്ത. അതന്നെ. ഇതെന്ത് പയാണ്? പൂവൻ പയോ, അങ്ങനെ എന്തോ ഒരു പയാണ്. ഏതായാലും ഉപ്പിരിക്കണോ? ഉമ്മച്ചിനെ സ്നേഹിക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന ഗിഫ്റ്റ്.
അതെ അതെ എനിക്ക് തന്നെ സ്നേഹമില്ലാത്ത ഇതെന്തത് ഇങ്ങനെ കുഞ്ഞാടണ് ഇങ്ങനെ ചിരിയൊക്കെ കിട്ടിക്കണം കൊണ്ടോട്ടിക്കാരാണ് നല്ല സ്നേഹമല്ല ആൾക്കാരാണ് വർത്താനം വെച്ചാൽ നല്ല സ്റ്റൈ വീഡിയോയിൽ കാണോ ഒരു വോയിസിലൊന്നും ഇടാൻ പാടില്ല ഞാൻ പറയല്ലേ ഇതാണ് നിങ്ങൾ ഐപ്പാക്കിച്ചേൻ്റെ ഒരു കുഴപ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പബ്ലിക് ആക്കുക മോശമല്ലത് ഐപ്പാക്കിച്ച നിങ്ങൾക്ക് എന്തോ അവലൂസും പൊടിയൊക്കെ കാണിച്ചു തരാൻ പറയുന്നുണ്ട് എവിടെ അവലൂസും പൊടി ഇതാ ഇതല്ലേ അതോ ഈ അവലൂസും പൊടി തിന്നാൻ നല്ല രസാട്ടോ വെറുതെ കുത്തിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തിന്നാം കുട്ടുപ്പൊന്ന് ഇതാക്കണം ഇതാണ് അവലൂസും പൊടി അവിലോസ് പൊടി ആ എന്ത് പൊടിയാണെങ്കിലും ഇങ്ങനെ കാണിച്ചു ഓക്കെ അവിലോസ് പൊടി സാധനം തിന്നാൻ നല്ല രസമാണ് വെറുതെ അങ്ങനെ തിന്നാം നല്ലതാ ഗുഡ് പ്രൊഡക്റ്റ് അച്ചാർ ഏത് സെയിനോ ആ അത് സെയിനിന് പൊട്ടിച്ചണ്ടേ നിങ്ങൾ കേട്ടിക്കണോ സെയിൻ അച്ചാറൊക്കെ ഇല്ലല്ലോ എന്നാൽ കേട്ടോളി ഇതാണ് സെയിൻ അച്ചാർ ഇതാണ് സെയിനിൻ്റെ പാക്കറ്റ് ഇനി ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ അച്ചാറിൻ്റെ മാതിരിയുള്ള ടേസ്റ്റ് തന്നെ പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് അല്ലേ അയക്കാരം അച്ചാറില്ല ഞാൻ അങ്ങനെ അച്ചാർ തിന്നുന്ന ആളല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇച്ചി കൊണ്ടാട്ടമുളകോ അങ്ങനെ എന്തോ സാധനമല്ലേ അച്ചാറില്ലേ ആ അത് ഇച്ചി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാണ് നമ്മളെ സെയിൻ അച്ചാർ മാങ്ങ ഉണ്ട് ആ കൊണ്ടാട്ടുണ്ട് അത് കാരറ്റാണ് കാരക്കാണ് കൊണ്ടാട്ടം എവിടെ മാങ്ങ ഉണ്ട് പിന്നെ നാരങ്ങല്ലേ നാരങ്ങ അതിലുണ്ട് അപ്പൊ ഇപ്പൊ കൊണ്ടാട്ടം വരലില്ലേ ഇതേതാ മുളകോ ഒക്കെ ഉണ്ടല്ലോ മുളകച്ചാറ് ഒരു കൊണ്ടാട്ടം ഉണ്ട് കേട്ടോ അത് നൈസ് സാധനമാണ് മുളകച്ചാറ് നല്ല ടേസ്റ്റാണ് മുളകിനോടൊന്നും വലിയ അത്ര ഇതില്ല ഞാൻ അങ്ങനെ അച്ചാറൊന്നുമില്ല പക്ഷേ എനിക്ക് ആ കൊണ്ടാട്ട മുളകിൻ്റെ അച്ചാർ അത് നൈസ് സാധനം ഇതാക്കണം നാരങ്ങ വെളുത്തുള്ളിയോ ഇതിലോ ഇതാക്കണിതാ ആ ആദ്യം തന്നെ ഇതാക്കണം വെളുത്തുള്ളി അച്ചാർ മാങ്ങ നാരങ്ങ വെളുത്തുള്ളി പിന്നെ ഏതാണ് മുളക് കാരക്ക ഓഫാക്കാം